ഓക്കെ, ബി ജെയിംസ്, മറ്റൊരു കാര്യം, ഈ അമേരിക്കൻ ഉപരോധം മറികടന്ന് ഇറാനിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്താൽ അത് അംഗീകരിക്കില്ലെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നല്ലോ. മാത്രമല്ല 3 നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യയുടെ മാപ്പ് പറയാനും അമേരിക്ക തയ്യാറല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഡോക്ടർ തരൂരൊക്കെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. എന്തായാലും ഇന്ത്യയോട് അമേരിക്ക കാണിക്കുന്നത് ഒരു തരത്തിലും നീതീകരിക്കാനാവുന്ന കാര്യങ്ങളല്ല. സഖ്യകക്ഷിയാണെന്നും അടുപ്പമാണെന്നും ഒക്കെ ട്രംപ് എപ്പോഴും നാഴിക തോറും പറയുന്നുണ്ട്. നരേന്ദ്രമോദി എൻ്റെ സുഹൃത്താണ്. ഒരു ഭാഗത്ത് സുഹൃത്തെന്ന് പറയും, മറുഭാഗത്ത് ദ്രോഹിക്കുകയും ചെയ്യുന്ന നയമാണ് അമേരിക്ക പലയിടത്തും ഇന്ത്യയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാപാര നയത്തിൽ നമ്മൾ അനുഭവിച്ചതാണ്. നികുതി കൂട്ടിയ സംഭവത്തിൽ, വ്യാപാര ചുങ്കത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ രീതിയിൽ ഇന്ത്യയോട് അനീതി കാണിച്ചു. ഇപ്പോൾ ഇന്ത്യയുടെ 24 ജീവനക്കാരുള്ള കപ്പൽ ആക്രമിച്ചിരുന്നു. അതിൽ 3 നാവികർ കൊല്ലപ്പെട്ടു. പിന്നീട് 2 കപ്പലുകളിൽ ആക്രമിക്കപ്പെട്ട കപ്പലുകളിൽ ഇന്ത്യൻ നാവികരുണ്ടായിരുന്നു. എന്തായാലും ഇന്ത്യ അതിശക്തമായിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചു. നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരിട്ട് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോട് സംസാരിച്ചു. പക്ഷെ മാർക്കോ റൂബിയോയുടെ മറുപടി ഒത്തിരി സുഖമായില്ല. ഞങ്ങൾ നോക്കാം, പരിഗണിക്കാം, അതല്ല പറഞ്ഞത്. അനധികൃതമായി ഇറാനിൽ നിന്ന് എണ്ണ കൊണ്ടുപോയാൽ, ഞങ്ങളുടെ നാവിക ഉപരോധം അതിജീവിച്ചാൽ ആക്രമണം ഉണ്ടാവും എന്നുള്ള തരത്തിലാണ് സംസാരിച്ചത്. അത് ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തോട് സംസാരിക്കാൻ പറ്റിയ ഭാഷയല്ല അമേരിക്കയുടേതെന്ന് ഇന്ത്യ പറയേണ്ട സമയമായിരിക്കുന്നു. കാരണം ഇന്ത്യ ഈ കാര്യത്തിൽ പലപ്പോഴും നട്ടെല്ല് കാണിച്ചാൽ മാത്രമേ അവർക്ക് ഈ തരത്തിൽ, കാരണം അങ്ങനെ നട്ടെല്ല് കാണിക്കുന്ന ചൈനയോടും അതുപോലെ തന്നെ മറ്റ് പല റഷ്യയോടൊക്കെ സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ, അതുകൊണ്ടാണ് ശശി തരൂരിനെ പോലുള്ളവർ അതിശക്തമായ ഭാഷയിൽ സംസാരിച്ചത്. ഇത് ഇന്ത്യയുടെ മേലെ അമേരിക്കയുടെ കടന്നുകയറ്റമാണ്, ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് എടുക്കാൻ കാരണം അതാണ്. അതുകൊണ്ട് അമേരിക്കയുടെ ഈ നിലപാടിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് എടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ടതുണ്ട്. ലെബനോനിലെ യുദ്ധം നിർത്തണമെന്ന് ഈ കരാറിൽ പറയുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ഇതുവരെ വഴങ്ങിയിട്ടില്ല. അതായിരിക്കും ഒരു പക്ഷേ ഏറ്റവും വലിയ കല്ലുകടിയായിട്ട് വരാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.